ട്രിപ്പിൾ ഓം ശാന്തി. നമ്മുടെ 16 കലകള് ഒന്ന് രണ്ടെണ്ണം അവിടെ പറഞ്ഞ് കുറച്ച് 2-3 പറഞ്ഞ് നമ്മളവിടെ നിർത്തിയതാണ്. പിന്നെ നമ്മള് ഡെവേർട്ടായി. സാഹചര്യത്തിനനുസരിച്ചുള്ള ചില പാർട്ടുകളാണല്ലോ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ദിവസം ഞാനിതിങ്ങനെ പറഞ്ഞു തന്നിട്ട് ആരെങ്കിലും സമ്പൂർണ്ണമാക്കാന്നോ ഞാൻ സമ്പൂർണ്ണമാവാന്നോ ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തില്ല. എന്നെ കൊണ്ട് എൻ്റെ ഒരു ഡ്രാമ പാർട്ട് അനുസരിച്ച് ഞാൻ സമ്പൂർണ്ണമാവുകയാണെങ്കിൽ ആവട്ടെ. ഇല്ലേ ഇനിയിപ്പോ ഞാൻ ആയിട്ടില്ല എന്ന് വെക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും കുറെ ഇതുണ്ടല്ലോ, അതിലെന്തൊക്കെയോ ഡ്രാമയിലുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വേറൊരാൾ സമ്പൂർണ്ണമാവുകയാണെങ്കിൽ ആവട്ടെ. അപ്പോൾ നമ്മുടെ 16 കല, ഈ 16 കലയിലത്തെ ഒരു എന്താ പറയാ, ഒരു കല തന്നെയാണ് ഹാസ്യകല. ആ ഹാസ്യകലയ്ക്കല്ല ഞാൻ ഇപ്പോൾ വരുന്നത്. ഹാസ്യകല പോലെ ഞാനൊരു തമാശ പറഞ്ഞതാട്ടോ. ഒരു പക്ഷേ ആർക്ക് വേണമെങ്കിലും സമ്പൂർണ്ണമാവാം. ഇപ്പൊ ബ്രഹ്മബാബ മമ്മ സമ്പൂർണ്ണമായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് ആ സജീവ് സാറിന്റെ ഒരു കമന്റ് കിട്ടി. ഏത് ബ്രഹ്മബാബ അവസാനം ഹാർട്ട് അറ്റാക്കിന്റെ എന്തോ ഒരു മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചോട്ടെ, അതിനെന്താ പ്രശ്നം? സമ്പൂർണ്ണമാവുന്ന ആൾക്കാർക്ക് മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും നിയമത്തിലുണ്ടോ? പാടുണ്ട്, അങ്ങനെ ഇല്ല എന്നുണ്ട്. നല്ല വ്യായാമം ചെയ്യുന്ന ആളാണ് വ്യായാമം ചെയ്യാൻ പാടില്ല എന്നുണ്ട്. വെറുതെ കുറെ മുടന്തൻ കാര്യങ്ങളുമായിട്ട് ഓരോരുത്തരും ഇങ്ങോട്ട് ഇറങ്ങുന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് ആക്ഷേപിക്കില്ല, എന്നാലും ഈ ചില കാര്യങ്ങളുണ്ട് വെറുതെ അതിന് നായിട്ട് തിന്നൂല്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല എന്നുള്ള ചൊല്ലില്ലേ, അത് പല മേഖലയിലും പല രീതിയിലുണ്ട്. പല മേഖലയിലും പല രീതിയിലുണ്ട്. ഒരേ ടൈപ്പ് നായ്ക്കളല്ലല്ലോ ഉള്ളത്. ഞാൻ തമാശ പറഞ്ഞാണ്, സീരിയസ് ആക്കി എടുക്കൊന്നും ചെയ്തത്. പക്ഷെ എന്താ പറയാ, ഒരു ആത്മീയമായ രീതിയിലേക്ക് ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ ശരി, ലൗകികമായ രീതിയിലേക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ശരി, അവിടെയൊക്കെ എന്തെങ്കിലും മുടന്തൻ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അതിന് മുടന്തൻ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട്, ഒരു മുടന്തൻ ആശയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ നിർത്തലാക്കാനോ ഏതെങ്കിലുമൊക്കെ ടീം എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു ടീം എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഇപ്പം മുഹമ്മദ് വന്ന ഉടനെ തന്നെ ഇതിന്റെ കുറെ നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ട് ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല. ഒന്നും കൂടെ കുറച്ചും കൂടെ പവർഫുൾ ആവുമെന്നൊക്കെ പറയാനുള്ളൂ. കാരണം എനിക്ക് അത്യാവശ്യം നെഗറ്റീവ് കിട്ടിയത് ബ്രഹ്മകുമാരീസിൽ. ഞാൻ ഇപ്പോൾ ഇന്നലത്തെ 1 മണിക്കൂറിൻ്റെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അച്ഛൻ, അമ്മ, പെങ്ങൾ, അത് കൂടാതെ ഒരു അച്ഛൻ, അങ്ങനെ 4 പേര് എനിക്ക് പക്ക ഒപ്പോസിഷനാണ്. ഞാൻ ഈ ബ്രഹ്മകുമാരീസിന്റെ കമന്ററി സീഡിയുമായിട്ട് ആ 7 ദിവസത്തെ ഫസ്റ്റ് ക്ലാസ്സും കേട്ടിട്ട് ഈ ജന്മത്തിലിട്ട വീട്ടിലേക്ക് വരുമ്പോൾ പക്കാ നെഗറ്റീവ് വരും. തൽക്കാലം നമ്മൾ ഒതുങ്ങി, അല്ലെങ്കിൽ ഒതുക്കി എന്ന് തന്നെ പറയാം. ഡ്രാമാനുസരണം അവരൊന്ന് ഒതുക്കി, അങ്ങനെയും കൂട്ടിക്കോ. പിന്നെയും ആ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ബ്രഹ്മകുമാരീസിലേക്ക്. അപ്പൊ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ. പെങ്ങൾ വന്നിട്ട് മാത്രം അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി എല്ലാവരും, അമ്മ, അച്ഛൻ, ബാക്കി ഏതൊക്കെ വകുപ്പില്, നാട്ടുകാർ പല രീതിയിലും വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അവനത് ചെയ്യാൻ പാടില്ല. ഞാൻ വീണ്ടും ഒതുങ്ങി. അപ്പൊ എന്താ വെച്ചാല്, സത്യം പറഞ്ഞാല് ഇത് കലയാണ്, വേറൊരു രീതിയിലുള്ള കലയാണ്. ആ കല അന്ന് എനിക്ക് അത്ര തന്നെ നൈപുണ്യപരമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ചെറുപ്പല്ലേ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചൊരു തളപ്പുണ്ടാവുമല്ലോ, ചെറുപ്പത്തിന്റെ തളപ്പ് എന്ന് പറഞ്ഞ സംഭവം. അന്ന് ഇതുകൊണ്ട് കിട്ടിയപ്പോ എന്താ വൈബ്രേഷൻ. ആ വൈബ്രേഷൻ വെച്ചിട്ട് ഞാൻ കാട്ടിക്കൂട്ടലുകളൊന്നും പറയണ്ട. ഒരാളെയും മൈൻഡ് ചെയ്യാതെ നേരെ വെള്ളയിട്ട് നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അന്നും താടിയൊക്കെ വെച്ച് നോക്കിയിട്ട്, താടിയും മുടിയൊക്കെ വളർത്തി നോക്കി. അതൊന്നും ബാക്കിയുള്ളവർക്ക് പറ്റിയില്ല. വെള്ള ജുബയും വെള്ളം കൊണ്ടോ ഒരുത്ത് നടന്നപ്പോഴേക്ക് ഒരു കൂട്ടം നാട്ടുകൂട്ടങ്ങൾ പറയുന്നത് എന്താണ്, അവൻ ക്രിസ്ത്യാനി ആവാൻ പോവാൻ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇത് നമ്മുടെ ജനിപ്പിച്ച ഫാദർ നേരെ ബ്രഹ്മകുമാരീസിലേക്ക് വരും. നിങ്ങളിത് എന്ത് പരിപാടിയാണ്, ഇതൊന്നാകെ കത്തിക്കും, ആന, തോട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീം. ഇതൊക്കെ ഉണ്ടായിട്ട് ഞാനിപ്പോഴും ബ്രഹ്മകുമാരീസിന്റെ ഈ ഒരു സാധനം തലയിൽ ഇട്ടിട്ട് തന്നെയല്ല നടക്കുന്നത്. തലയിൽ ഓൾറെഡി കയറി കഴിഞ്ഞു. അതിന് പോണത് ഒരൊറ്റ സമയത്താണ്, ഈ ശരീരം വിടുന്ന സമയത്ത്. കാരണം അത് കയറി കഴിഞ്ഞു. 5000 വർഷത്തെ ഡ്രാമ, സത്യത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 84 ജന്മം,
ഇതിലുള്ള 16 കല, സപ്തഗുണങ്ങള്, അഷ്ടശക്തികള്, ഇതൊക്കെ ഏകദേശം കയറി കഴിഞ്ഞു. ഇനി സാഹചര്യങ്ങളുടെ ഡ്രാമ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ള സംഭവം മാത്രമാണ്. പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ള സംഭവമാണ്. അപ്പൊ അതിൽ ഉള്ള കലകൾ നിരവധിയാണ്, നിരവധിയാണ്. അപ്പൊ അതിൽ ഒരു കലയും കൂടി പറയാം. ട്രിപ്പിൾ ഓം ശാന്തി.